എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലണ്ടിൽ നടന്ന ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ വെറുതെ ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ചുള്ള ഫാക്ട്സ് മഗപ്പ് ചെയ്യുകയല്ല ചെയ്തത്. പകരം ഗ്ലോറിയസ് റെവല്യൂഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു, എന്തുകൊണ്ട് ഇത്രയും ദൂരെ കിടക്കുന്ന നമ്മൾ ഇംഗ്ലണ്ടിൽ നടന്ന ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ച് പഠിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചികഞ്ഞുപോയത്. രാജാവ് അദ്ദേഹത്തിന്റെ ആബ്സല്യൂട്ടിസം കാണിച്ചിരുന്ന ഒരു ആബ്സല്യൂട്ട് മൊണാർക്കി ആയിട്ട് വാണിരുന്ന കാലത്ത് ജനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവ് കേടുകളെ ചോദ്യം ചെയ്തതിനെ കുറിച്ചും അദ്ദേഹത്തെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നതിനെ കുറിച്ചും പിന്നീട് മറ്റു പല മാറ്റങ്ങളിലൂടെയും പോയി അവസാനം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർലമെന്റ് സോവറൈൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതാണ് ആ ഒരു റെവല്യൂഷനെ ഇത്രയും ഇമ്പോർട്ടന്റ് ആക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒട്ടും രക്തച്ചൊരിച്ചിലില്ലാതെ ആ മാറ്റം കൊണ്ടുവന്നതും ആ ഒരു റെവല്യൂഷനെ നമുക്ക് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആക്കി മാറ്റുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ ഒട്ടും ഫാക്ട് മഗിങ് അപ്പ് അല്ലാതെ പ്രോപ്പറായി കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടത്തോടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ചരിത്രം ജസ്റ്റ് ഒരു മഗിങ് അപ്പ് അല്ല, ഫാക്ട് ലേണിംഗ് മാത്രമല്ല, മാർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്കുള്ള പാഠങ്ങൾ കൂടെയാണ്. അതുപോലെ തന്നെ ബോറിംഗ് അല്ല, ഇൻട്രസ്റ്റിംഗുമാണ്. അപ്പോൾ ആ ഒരു ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കുടുംബ കലഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫാമിലി വ്ളോഗർമാരുടെ കലഹത്തേക്കാൾ വളരെ വലിയൊരു കലഹം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ തംബ്നെയിൽ കൊടുത്തത് തന്നെ. അവിടെ ഞാൻ പറഞ്ഞു അതൊരു കുടുംബം പോലെ നമുക്ക് എടുക്കാം, നമ്മുടെ മല്ലു ഫാമിലി ഒക്കെ പോലെ. അവിടെ ഒരു കുടുംബനാഥനുണ്ട്. കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, രാജാവിന്റെ ആബ്സല്യൂട്ടിസം അങ്ങനെ ഉപയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോ കുറെ കടങ്ങളൊക്കെ വരുത്തി വയ്ക്കുമ്പോ മക്കൾ വന്ന് ചോദ്യം ചെയ്യുന്നു. ആ മക്കൾ വന്ന് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിൽ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം പാർലമെന്റ് വഴിയുള്ള ഒരു ഗവൺമെന്റിലേക്ക് വരുന്നു. ഒരു പപ്പറ്റ് റൂളർ ആയിട്ട്, ഒരു നോമിനൽ ഹെഡായിട്ട് രാജാവ് അവിടെ ഇരിക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി ആ പാർലമെന്റ് ആണ് ഭരണം നടത്തുന്നത്. ആ പാർലമെന്റ് ഭരിക്കുന്നത്, ആ പാർലമെന്റില് പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നത് മൂത്ത മകനാണ് നമുക്ക് വിചാരിക്കാം. ഒരു അസംഷൻ മാത്രമാണ്, നമ്മുടെ കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ മൂത്ത മകനാണെങ്കിൽ അവിടെ ഒരു ഇളയ മകൻ ഉണ്ടായിരുന്നു. കുറച്ചധികം ഇളയ മക്കളുണ്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ ഒരു ഇളയ മകൻ ഒരു ബെറ്റർ പ്രോസ്പെക്ട് തേടി വിദേശത്തേക്ക് പോയി. നമ്മുടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ. അത് നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒട്ടും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമല്ല. ഇംഗ്ലണ്ടിനോട് ഹെറിറ്റേജിന്റെ കാര്യത്തിൽ വളരെയധികം കണക്ഷൻ ഉള്ളവർ തന്നെയാണ് ഇവര് അമേരിക്കക്കാരെന്നുള്ളത്. അമേരിക്കക്കാരുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പല ഡോക്യുമെന്റ്സും തമ്മിൽ വളരെയധികം കണക്ഷൻ കാണാൻ കഴിയും. അപ്പോ ആ ഒരു ഇളയ മകൻ വിദേശത്തേക്ക് ബെറ്റർ പ്രോസ്പെക്ട്സ് തേടിപ്പോയി. അവിടെ വിദേശത്ത് ചെല്ലുമ്പോ ആ ഒരു ഇളയ മകൻ കുറെ കാര്യങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടൊക്കെ പഠിക്കണം അല്ലെ. അങ്ങനെ ടെസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണതിന്റെ ഇടയില് ഈ ഒരു മൂത്ത മകൻ, ഈ രാജാവ് എന്ന ആ ഒരു കുടുംബനാഥനെ, നമ്മൾ അങ്ങനെയാണല്ലോ ആ ഒരു കണക്ഷൻ വെച്ചത്, കുടുംബനാഥനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത അതേ മൂത്ത മകൻ ഇളയ മകനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വന്നാലോ, അതൊരു പ്രശ്നമാവും അല്ലെ. അപ്പോ അങ്ങനെ നമ്മുടെ ഈ ഒരു തംബ്നെയിൽ കൊടുത്തിട്ടുള്ള പോലെ ചേട്ടൻ എന്നെ തല്ലി ഗൈസ്. ഇളയ മകനെ, അമേരിക്കയെ നമ്മുടെ ഇംഗ്ലണ്ടിലിരിക്കണ മൂത്ത ചേട്ടൻ ഒരൊറ്റ തല്ല അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ തല്ല് വെച്ചു കൊടുത്തപ്പോ, ആ എക്സ്പ്ലോയിറ്റേഷൻ കണ്ടപ്പോ അമേരിക്ക തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഒരു യുദ്ധം തന്നെ നടത്തി. ആ കോൺഫ്ലിക്റ്റിനൊടുവിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആ ഒരു അനിയൻ വിജയിച്ചു. ആ അനിയൻ വിജയിച്ചതൊരു ചരിത്രമായിരുന്നു. കാരണം അവിടെ ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള സൈന്യം, അതിനെതിരെ 13 കോളനികൾ മാത്രമാണ് നിൽക്കുന്നത്. എന്നിട്ടും വിജയിച്ചു. ആ എക്സ്പ്ലോയിറ്റേഷനെ ഇല്ലാതാക്കി. പിന്നീട് ആ അനിയൻ വളർന്നു. എവിടേക്ക്? ലോകത്തിന്റെ തന്നെ നെറുകയിലേക്ക് എന്ന് പറയുമ്പോൾ പിന്നീട് വന്ന വേൾഡ് വാർ 1, വേൾഡ് വാർ 2, ഇതിലൊക്കെ റിസൾട്ട് നിർണയിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ എൻട്രിയോട് കൂടെയാണ് വേൾഡ് വാർ 1ലും വേൾഡ് വാർ 2ലൊക്കെ ഒരു റിസൾട്ട് വന്നത് തന്നെ. ആ റിസൾട്ട് അമേരിക്കയുടെ കൂടെ നിന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പോഴും നമ്മൾ അമേരിക്കയുടെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആലോചിച്ച് നോക്കുക, വിദേശത്തേക്ക് പോയ ഒരു മകൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെ പുറത്തു പോയ ഒരുത്തൻ മൂത്ത ചേട്ടനെ എതിർത്ത് ആ ഒരു തറവാടിനെ എതിർത്തിട്ടാണ് അമേരിക്ക എന്ന രാജ്യം പടുത്തുയർത്തിയത്. ഇങ്ങനെ പറയുമ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ലേ? ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിന് തന്നെയാണ് ഇങ്ങനത്തെ കണക്ഷൻസ് കൊണ്ടുവരുന്നതും. അപ്പോ നമുക്ക് നോക്കാം അമേരിക്ക എങ്ങനെ അമേരിക്കയെ തല്ലിയ എക്സ്പ്ലോയിറ്റ് ചെയ്ത ആ ഒരു മൂത്ത ചേട്ടനെ എതിർത്തുവെന്നും പിന്നീട് ആ ഒരു യുദ്ധത്തിൽ തന്നെ വിജയിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറിയെന്നും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എവിടെയാണെന്നുള്ളതാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു അല്ലെ, നമ്മളിൽ നിന്ന് വളരെ അകലെയാണ് കിടക്കുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യന്റെയും അതുപോലെ തന്നെ പസഫിക് ഓഷ്യന്റെയും ഇടയിലായിട്ടാണ് കിടക്കുന്നത്. ഇവിടെയാണ് അമേരിക്ക കൂടുതലായിട്ടും വരുന്നത്. ഇപ്പൊ അലാസ്കയും അമേരിക്കയുടെ ഭാഗമാണ്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് കാനഡനെ ഞങ്ങൾ എടുക്കും, അതുപോലെ തന്നെ പനാമ കനാല് ഞങ്ങൾ എടുക്കും, ഗ്രീൻലൻഡിനെ ഞങ്ങൾ എടുക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഏരിയ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ് ഇവർ വന്നതെന്ന്. അപ്പൊ അതെ ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ അയർലൻഡിന്റെ അടുത്തായിട്ട് തന്നെയാണ് ബ്രിട്ടൻ കിടക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ബ്രിട്ടൻകാര് ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മുടെ അനിയൻ ഇങ്ങോട്ടേക്ക് ബെറ്റർ പ്രോസ്പെക്ട്സും തേടി വന്നത്. അപ്പോ നമുക്കറിയാം കൊളോണിയൽ ഒറിജിൻസ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കൊളോണിയൽ ഒറിജിൻസ് എന്ന് പറയുമ്പോൾ 1492 അമേരിക്കയെ കണ്ടെത്തുന്നത് തന്നെ. ഇവിടെ അറ്റ്ലാന്റിക്കില് നമ്മളെ സ്പെയിനും പോർച്ചുഗലും ഒരു ട്രീറ്റി ഓഫ് ടോർഡെസീലിയാസ് വഴി ഒരു ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈൻ ഇട്ടതിന് ശേഷം അവർ പറഞ്ഞു ഇങ്ങോട്ടേക്ക് നിങ്ങൾ പൊക്കോ, ഇങ്ങോട്ടേക്ക് ഞങ്ങൾ പൊക്കോളാം. അങ്ങനെ പോർച്ചുഗീസുകാര് ഇപ്പുറത്തോട്ട് പോയി. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ കണ്ടെത്തിയത്. കൊളംബസ് സ്പെയിൻ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെയാണ് അമേരിക്ക ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് വിചാരിച്ചത് അത് ഇന്ത്യ ആണെന്നുള്ള രീതിയിലാണ്. അദ്ദേഹം ആദ്യം പേര് കൊടുത്തതും വെസ്റ്റ് ഇൻഡീസ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. പിന്നീട് അമേരിക്കോ വെസ്പുച്ചൊക്കെയാണ് ഈ ഒരു നാമകരണത്തിന് കാരണമായത് തന്നെ. അപ്പോ 1492 മാത്രമാണ് അമേരിക്കയെ കണ്ടെത്തുന്നത്. പിന്നെ അതിനുശേഷം അമേരിക്ക എന്ന പേര് വന്നു. 1620 നമ്മുടെ അനിയൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ UK നിന്ന് ഇങ്ങോട്ടേക്ക് അനിയൻ വരുന്നത് ഈ ഒരു സമയത്താണ്. അതാണ് മെയ് ഫ്ലവർ എന്നുള്ള ഷിപ്പിലാണ് അവർ വന്നത്. പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അവരറിയപ്പെടുന്നത്. കാരണം അവരിങ്ങോട്ട് വന്നതുകൊണ്ടാണല്ലോ ഈ ഒരു വലിയ ബേസ് അവിടെ ഉണ്ടായത്. ആ ഒരു ബേസ് ഉണ്ടായത് കൊണ്ടാണ് ആ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയുടെ ബേസ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോ അവരവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഭയങ്കരമായിട്ട് പറയാറുണ്ട് ഇമിഗ്രൻസിനെ ഒന്നും അനുവദിക്കരുത്, ഇമിഗ്രൻസ് ഒക്കെ ഭയങ്കര മോശമാണ്, ഞങ്ങളാണ് ഈ നാടിന്റെ ആൾക്കാരെന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ എവിടെ നിന്നാ വന്നേ? ആക്ച്വലി ഇത് റെഡ് ഇന്ത്യൻസിന്റെ സ്ഥലമായിരുന്നു. ഇവരെയൊക്കെ കുടി ഒഴിപ്പിച്ചിട്ടാണ് ഈ പിൽഗ്രിം ഫാദേഴ്സ് ഇവിടെയൊക്കെ വലിയ മെയിൻ ആൾക്കാരായിട്ട് മാറിയത്. അപ്പൊ അമേരിക്കയുടെ വലിയ ഒരു ഉയർച്ചയിലോട്ടുള്ള കഥയെന്ന് പറയുമ്പോൾ നമ്മൾ ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നാമ്പുറത്ത് കുറെ കളികൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മുൻപത്തെ ക്ലാസ്സിൽ ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ രാജാവിന്റെ മേല് ലിമിറ്റ് ഒക്കെ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലോട്ടൊക്കെ എത്തി അവര് സൂര്യൻ അസ്തമിക്കാത്തൊരു സാമ്രാജ്യം പടുത്തുയർത്തി എന്ന് പറയുമ്പോൾ ആ കോൺക്വസ്റ്റിൽ കുറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറെ നെഗറ്റീവ് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അത്ര ഹൈലൈറ്റ് ചെയ്യണില്ല എന്ന് മാത്രം. ഇവിടെ റെഡ് ഇന്ത്യൻസിനെ മാറ്റി നിർത്തിയിട്ടാണ് അവരിവിടുത്തെ വലിയ ആൾക്കാരായത്. അപ്പോ ഈ ഒരു ഇംഗ്ലീഷ് ഇമിഗ്രൻസ് ആണ് ഇപ്പോ നമ്മളെ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇരുന്നിട്ട് ഇനി ഇവിടെ ഇമിഗ്രൻസ് ഒന്നും വേണ്ട, ഇന്ത്യക്കാരൊന്നും ഇവിടെ വരണ്ട, ഇവിടെ ആരും വന്ന് പണിയെടുക്കണ്ട, ഞങ്ങൾ അമേരിക്കക്കാരെല്ലാം നോക്കിക്കോളാം. അമേരിക്കയുടെ മണ്ണിന്റെ മക്കളൊന്നും അല്ല അവര്. റെഡ് ഇന്ത്യൻസ് ആണ് ആക്ച്വലി അവിടുത്തെ മണ്ണിന്റെ മക്കള്. അപ്പോൾ ഈ ഒരു സെറ്റിലേഴ്സ് ഈ ഒരു മെയ് ഫ്ലവർ എന്നുള്ള ഷിപ്പിലാണ് വന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മെയ് ഫ്ലവർ എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇടയ്ക്കൊക്കെ നോക്കി പോകണല്ലോ. അപ്പൊ മെയ് ഫ്ലവർ എന്നുള്ള ഷിപ്പിലാണ് വന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഇമിഗ്രൻസ് ആയിരുന്നു അതിൽ കൂടുതലും. അപ്പോ അതിന് പുറമെയുള്ള യൂറോപ്യൻകാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു അയർലൻഡ് UK പോലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ യൂറോപ്പിന്റെ ഒരു മൂലയ്ക്കായിട്ടാണ് വരുന്നത്. കോസ്റ്റിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് ഐലൻഡ് ആയിട്ടാണ് നമ്മളുടെ UK ഒക്കെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കപ്പൽ കയറാൻ യൂറോപ്പിൽ നിന്ന് പലരും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇതില് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഇംഗ്ലീഷ് ഇമിഗ്രൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ അനിയൻ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കുകയൊക്കെ ആണെങ്കിൽ അയൽവക്കക്കാരൊന്നും പ്രശ്നം ഉണ്ടാക്കില്ലേ? അത് ഇവിടെ നടന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ തൊട്ടുമുകളിൽ ഇപ്പൊ കാനഡ ഇപ്പൊ അമേരിക്ക എടുക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ കാനഡയില് ഫ്രഞ്ചുകാർക്കൊക്കെ വലിയ ശക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രഞ്ചുകാർ വന്നിട്ട് നമ്മളുടെ ഈ അനിയനെ ഭയങ്കരമായിട്ട് ചൊറിയും. അങ്ങനെ ചൊറിയണ സമയത്ത് ചോദിക്കാനുണ്ടായിരുന്നു, നമ്മളുടെ മൂത്ത ചേട്ടൻ തന്നെയാണ് കേട്ടോ. അത് മൂത്ത ചേട്ടൻ ഉണ്ടായിരുന്നു. ബ്രിട്ടൻ നമ്മളുടെ ഈ കോളനീസിന് വേണ്ടിയിട്ട് യുദ്ധം നടത്തി
ഈ കോളനീസ് ബ്രിട്ടന്റെ ഉള്ളിൽ തന്നെയായിരുന്നു, അല്ലാണ്ട് വേറെ രാജ്യമൊന്നും അല്ലായിരുന്നു. ബ്രിട്ടൻ ഇവിടെ വന്ന് യുദ്ധം നടത്തി എന്ന് പറയുമ്പോൾ വേറെ ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യുന്നല്ല, ബ്രിട്ടന്റെ കോളനീസ് തന്നെയായിരുന്നു. അപ്പോ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടന്നു. 1756നും 1763ക്കും ഇടയിലാണ് ഈ ഒരു യുദ്ധം നടന്നത്. ഈ ഒരു സമയത്താണ് നമ്മളുടെ ഇന്ത്യയിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായത്. നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗുണകരമായിട്ടുള്ള പല വിധത്തിലുള്ള വിജയങ്ങളും, ഇപ്പൊ ഫ്രഞ്ചുകാരെ ബാറ്റിൽ ഓഫ് വാൻഡിവാഷിൽ തോൽപ്പിച്ചു, അതുപോലെ തന്നെ ഡച്ചുകാരെ ബാറ്റിൽ ഓഫ് ബിഡാരയിൽ തോൽപ്പിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള 1757ലാണ് നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ അവര് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇംഗ്ലണ്ടുകാർക്ക് ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമായിരുന്നു. എവിടെ നോക്കിയാലും വിജയം. ബ്രിട്ടൻ അങ്ങനെ ഫ്രാൻസിനെ തോൽപ്പിച്ചു. ഈ ഒരു ഫ്രാൻസിനെ ഇവിടുത്തെ 7 Years വാറിൽ തോൽപ്പിച്ചത്, ഫ്രാൻസിന് ഞാൻ ബാറ്റിൽ ഓഫ് വാൻഡിവാഷിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ ഇന്ത്യയിൽ, ഇത് നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററി ഒന്ന് കണക്ട് ചെയ്യണതാട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാലോ. അതിനുവേണ്ടി മാത്രം 64ൽ ഈ 7 Years വാർ കഴിഞ്ഞ് 64ലായിരുന്നു അവര് ബാറ്റിൽ ഓഫ് ബക്സാറിൽ വിജയിക്കുന്നതും നമ്മളുടെ ഇന്ത്യയില് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അധികാരത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആ ഒരു 64 എന്ന സമയത്തായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ഈ ഒരു ടൈം പീരീഡ് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്കും കണക്ട് ചെയ്യാമെന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മളുടെ ബ്രിട്ടൻ ജയിച്ചെങ്കിലും കടം ഭയങ്കരമായിട്ടുണ്ടായി. കാരണം കുറെ അധികം യുദ്ധം ചെയ്യണം, അതിന് മിലിറ്ററി വേണം, ആ മിലിറ്ററിക്ക് ശമ്പളം കൊടുക്കണം, എക്യുപ്മെന്റ്സ് വേണം, ആൾക്കാർ മരിക്കും, കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പൊ എന്തുണ്ടായി, മൂത്തേട്ടൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അപ്പോ നമ്മുടെ ചെക്കന്മാർക്ക് കുറച്ച് പേർക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്, അപ്പൊ നീ ഒരു കാര്യം ചെയ്യാ, അത്യാവശ്യം കുറച്ച് ടാക്സ് ഒക്കെ തരാ, നിന്നെ ഞാൻ ഇനി ഊറ്റും എന്നങ്ങോട്ട് പറഞ്ഞു. അത് തന്നെയാണ് ഹെവിലി ടാക്സ് അങ്ങോട്ട് ചെയ്തു. അപ്പൊ അനിയന് ഇത് ഇഷ്ടമല്ല, ചേട്ടൻ വന്ന് സഹായിച്ചു, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ടാക്സ് ചെയ്യണേലൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടേ, ഇതാണ് അനിയൻ പറഞ്ഞത്. അത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും ഇമ്പോർട്ടന്റ് ആയിരുന്നു. ടാക്സിന് പുറമെ ഈ പറഞ്ഞ നമ്മളുടെ കോളനീസിൽ നിന്നുള്ള കച്ചവടം മൊത്തം ഈ ബ്രിട്ടീഷ് ഷിപ്സിലൊക്കെ ആയിരിക്കും നടത്തേണ്ടത്. നാവിഗേഷൻ ആക്ട് ഉണ്ടായിരുന്നു 1651 തന്നെ. നമ്മളുടെ ഈ പിൽഗ്രിം ഫാദേഴ്സ് പോയത് 1620 ഞാൻ പറഞ്ഞില്ലേ. ഇത് ഏത് രാജാവിന്റെ സമയത്താണെന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മുടെ ജെയിംസ് ഫസ്റ്റിന്റെ സമയത്തായിരുന്നു. ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ജെയിംസ് ഫസ്റ്റ് മരിക്കുന്നത് 1625 അതിനുശേഷം ആണ് നമ്മളുടെ ചാൾസ് ഫസ്റ്റ് വരുന്നത്. ചാൾസ് ഫസ്റ്റ് ആണ് സ്പെയിനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നമ്മളെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒക്കെ അംഗീകരിച്ച് കൊടുക്കുന്നത് താൽക്കാലികമായിട്ട്, വെറുതെ കന്നിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോ ആ ഒരു ചാൾസ് ഫസ്റ്റിന്റെ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ 1620 ആ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ. 1651 എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ ഓൾമോസ്റ്റ് ആ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആണ് നിൽക്കുന്നത് അല്ലെ. 1640s സമയത്താണ് അവിടെ ആ ഒരു ലോങ് പാർലമെന്റ് വരുന്നത്. 42 to 49 അവിടെ സിവിൽ വാർ ആയിരുന്നു. 49ലാണ് നമ്മുടെ ക്രോംവെല്ലിന്റെ കീഴിൽ അവിടെ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് തുടങ്ങുന്നത്. ക്രോംവെൽ മരിക്കുന്നത് 1658 അപ്പോ ക്രോംവെല്ലിന്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ മൂത്ത ചേട്ടൻ രാജാവിനോട് ചോദിക്കാൻ പോയിട്ട് അതേ ക്രോംവെല്ലിന്റെ സമയത്താണ് ഈ ഒരു നാവിഗേഷൻ ആക്ട് ഉണ്ടാവുന്നത്. ബ്രിട്ടീഷ് ഷിപ്സിനെ മാത്രമേ കൊളോണിയൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്നും കൂടെ പറയണത്. അപ്പൊ ഇത് നമുക്ക് കാണാൻ പറ്റും. അതൊരു വിരോധാഭാസമാണ് അല്ലേ. ഒരാൾ തന്നെ പറയണു രാജാവ് ചെയ്യേണ്ടതൊക്കെ തെറ്റാണ്, രാജാവ് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, എന്നിട്ട് അതേ ആള് തന്നെ അധികാര കസേരയിൽ വന്നിരുന്നിട്ട് ഈ കോളനീസിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇവൻ ഇന്ത്യനോടും ചെയ്തല്ലോ അല്ലെ. അപ്പോ അതാണ് നമുക്ക് ഇവിടെ ഒരു വിരോധാഭാസം കാണാൻ കഴിയുന്നത്. അപ്പോ കുറെ അധികം ടാക്സ് ലോസ് ഇറക്കി. അതായത് ഊറ്റണല്ലോ അനിയന് നല്ല കഴിവുള്ള അനിയനാണ് കേട്ടോ. വിദേശത്ത് പോയി അനിയൻ നല്ല പോലെ കഷ്ടപ്പെട്ട്, കാരണം വിദേശത്ത് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം. നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ വിദേശത്ത് പോയിട്ടുള്ളവരുണ്ടാവും. ഇന്ത്യയിൽ സർവൈവ് ചെയ്യണ പോലെ അല്ല, പുറത്തു പോകുമ്പോൾ കുറെ കാര്യങ്ങൾ കണ്ടെത്തണം, സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഇതൊക്കെ അമേരിക്കയിൽ പോയിട്ടുള്ള ആ പിൽഗ്രിം ഫാദേഴ്സ് ഇല്ലേ, അവര് ചെയ്തു. അപ്പോ അവര് കഷ്ടപ്പെട്ട് ലാഭം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെ നമ്മുടെ ബ്രിട്ടൻകാർ എന്നിട്ട് പറയും കുറച്ച് ടാക്സ് അങ്ങോട്ട് തന്നേക്ക്. ഷുഗർ ആക്ട് കൊണ്ടുവന്നു. ഷുഗർ ആക്ടിൽ ഇതേ ഷുഗറിന്റെ മേലും മൊളാസിന്റെ മേലും ആ ഒരു ടാക്സ് കൊണ്ടുവന്നു. സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവന്നു. ലീഗൽ ഡോക്യുമെന്റ്സിന്റെ മുകളിലൊക്കെ ഒരു സ്റ്റാമ്പ് അങ്ങോട്ട് വെക്കും. എന്നിട്ട് പറയും ഈ സ്റ്റാമ്പിന് ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് വെച്ചിട്ട് തരണം കേട്ടോ. ന്യൂസ് പേപ്പേഴ്സിന്റെ മുകളിൽ, അതുപോലെ തന്നെ പാംഫ്ലെറ്റ്സിന്റെ മുകളിൽ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കും. അതിന് പകരം എന്ത് ചെയ്യണം, ബ്രിട്ടന് ടാക്സ് കൊടുക്കണം. പിന്നെ ടൗൺഷെൻഡ് ആക്ട് കൊണ്ടുവന്നു. ടാക്സസ് ഓൺ ടീ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടീ വെച്ചിട്ടാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടിയിലോട്ട് പോകാൻ പോണത്. ബോസ്റ്റൺ ടീ പാർട്ടി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വേൾഡ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെങ്കിൽ ബാസ്റ്റിയൽ റെബല്യൺ ഒക്കെ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കണു? കാരണം എന്താ? നിങ്ങൾ ഇത് വെറും ഫാക്ട്സ് ആയിട്ടാണ് മഗപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ കൂടുതൽ ക്ലാസ്സുകളിലും ആ ഒരു രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്ക, ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്ക, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ നോക്കിയേ, ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ, അതായത് അമേരിക്കയിലോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് അമേരിക്ക ബ്രിട്ടന്റെ മേല് ആശ്രയിക്കേണ്ടി വരുന്ന കാര്യങ്ങൾക്കൊക്കെ ബ്രിട്ടൻ ടാക്സ് കൂട്ടുകയാണ്. ഈ ഒരു ടീ ഇന്ത്യയിൽ നിന്നൊക്കെ ആയിരിക്കും ബ്രിട്ടൻ കൊണ്ടുവരുന്നുണ്ടാവുക, അത് അമേരിക്കയിൽ ഉണ്ടാക്കാന്ന് ചെറുപ്പല്ല. അപ്പൊ എന്താ അവിടെ ടാക്സ് കൊണ്ടുവരാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫ്രാൻസിലോട്ട് ഈ ഒരു ടാക്സിന്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടി നടത്താൻ സാധ്യതയുണ്ടോ? അവിടെ ടെന്നീസ് കോർട്ട് ഓത്തല്ലേ അവിടുത്തെ ആ ഒരു പ്രോസ്പെക്റ്റിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുള്ളൂ. ടെന്നീസ് കോർട്ട് ഓത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആഴത്തിലിറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് ഒരു 3-4 വട്ടം വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതി. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ഗ്ലാസിന്റെ മേല്, പേപ്പറിന്റെ മേലൊക്കെ ടാക്സ് ഈടാക്കാൻ തുടങ്ങി. ഇത് പിന്നീട് 1769 റിപ്പീൽ ചെയ്യുന്നത്. ടീൻ്റെത് ഒഴികെയാണ് റിപ്പീൽ ചെയ്തത്. പിന്നെ ടീ ആക്ട് 1773 കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മോണോപ്പൊളി കൊടുത്തു. ഇവിടെ ഈ ഒരു ആൽഫബറ്റ് ഉണ്ടല്ലോ, അത് ജി ആണ് കേട്ടോ. ഒരു ഹിസ്റ്റോറിക്കൽ വൈബ് കിട്ടാനായിട്ട് ഫോണ്ട് എടുത്തപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായേക്കാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ, നമ്മുടെ മൂത്ത ഏട്ടൻ ടാക്സ് അടിച്ച് നമ്മളെ പിഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ അനിയന് നല്ല കോപം വരുന്നുണ്ട് അമേരിക്കക്ക്. അതാണ് നമ്മൾ ഇനി കാണാൻ പോണത്. അതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ കാണാൻ പോണത്. അപ്പോൾ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഇവിടെ ന്യൂസ് പേപ്പർ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ മുകളിൽ ഒരു കുഞ്ഞ സ്റ്റാമ്പ് വയ്ക്കും. ആ സ്റ്റാമ്പിന് ഞങ്ങൾക്ക് കുറച്ച് എമൗണ്ട് തരണം കേട്ടോ എന്നാണ് നമ്മളുടെ ബ്രിട്ടൻകാര് അങ്ങ് തറവാട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെ അനിയനായതുകൊണ്ട് എന്താ ചെയ്യുക, അംഗീകരിക്കുക തന്നെ. പിന്നെ ഈ ഒരു സ്റ്റാമ്പ് ആക്ട് എടുത്ത് കളഞ്ഞപ്പോ അമേരിക്കക്കാര് ഒരു ടീപ്പോട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ എഴുതിയും വെച്ചു, നോ സ്റ്റാമ്പ് ആക്ട്. സന്തോഷം, സമാധാനം. ഈ ടീപ്പോട്ടിന്റെ മുകളിൽ സ്റ്റാമ്പ് അടിക്കാൻ പറയണില്ലല്ലോ എന്ന് വരെ അവർ പറഞ്ഞു. അത്രത്തോളം പൊറുതി മുട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രിട്ടൻകാര്, ഈ മൂത്തേട്ടൻ. അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര ഡിഫറെന്റ് ആണ്? ബ്രിട്ടനെയും യൂറോപ്പിനെയും ഒക്കെ നോക്കുമ്പോ ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷവും അമേരിക്ക നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ വളരെ ഡിഫറെന്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവര് ഒരു ഫ്രഷ് സോഷ്യൽ സ്റ്റാർട്ടാണ് നടത്തിയത്. നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു അവിടെ ഫ്യൂഡലിസം ഭയങ്കര കൂടുതലായിരുന്നു. ഈവൻ ഇനിയിപ്പോ നാളെ ഫ്രഞ്ച് റെവല്യൂഷനിലോട്ട് നമ്മൾ പോകുമ്പോഴും നമ്മൾ ഫ്യൂഡലിസത്തിന്റെ പ്രശ്നങ്ങളെ കാണും. റഷ്യൻ റെവല്യൂഷനിലോട്ട് നമ്മൾ പോകുമ്പോഴും ഫ്യൂഡലിസത്തിന്റെ പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് പുതിയതായിട്ട് ജീവിക്കുന്നവരാ. അവിടെ പുതിയ ജന്മികള് വരാനേ ഉള്ളൂ, അല്ലാണ്ട് ഓൾറെഡി സ്ഥാപിതമായിട്ടുള്ള ജന്മികളില്ല. ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ റെഡ് ഇന്ത്യൻസിനെ മാത്രം. അവര് പിന്നെ ഒരു എന്താ പറയാ, ചരിത്രത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഫിഗേഴ്സ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നോ ഫ്യൂഡൽ ലെഗസി, ഇത് വലിയൊരു ഗുണം ചെയ്തു അവരെ. അൺലൈക്ക് യൂറോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂഡലിസം ഇല്ല, ടൈറ്റിൽഡ് നൊബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ റിജിഡ് ക്ലാസ് സിസ്റ്റം ഇല്ല. നമ്മുടെ ഇവിടെ ഈ മനുസ്മൃതി പ്രകാരം 4 ആ ഒരു കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഇല്ലേ, അതൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവിടെ പിന്നെ കാസ്റ്റ് അല്ല, അവിടെ ക്ലാസ് ആണ്. ഈ ഒരു നോബിൾ, ഫാർമേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. ഇത് ഇവര് ഷിപ്പ് കയറിപ്പോയവരുടെ ഇടയിൽ ഷിപ്പിൽ വന്ന ആ ഒരു ഇമിഗ്രൻസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, പിൽഗ്രിം ഫാദേഴ്സിനേ ഉള്ളൂ. അല്ലാതെ മേൽജാതിയിൽപ്പെട്ട പിൽഗ്രിം ഫാദേഴ്സ്, കീഴ്ജാതിയിൽപ്പെട്ട പിൽഗ്രിം ഫാദേഴ്സ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സൊസൈറ്റി വാസ് മോർ ഫ്ലൂയിഡ് ആൻഡ് മെറിറ്റ് ബേസ്ഡ്. കഴിവുണ്ടോ, പണിയെടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഗുണമുണ്ട്. അല്ലാണ്ട് മേൽജാതിയിൽപ്പെട്ട പിൽഗ്രിം ഫാദേഴ്സ് ആണ് എന്ന് ആരും പറയാൻ പോണില്ല. കീഴ്ജാതിയിൽപ്പെട്ട പിൽഗ്രിം ഫാദർ അല്ലേ നീ എന്നും പറഞ്ഞിട്ട് ആരും മോശപ്പെടുത്താനും പോണില്ല. അത് തന്നെയാണ് അമേരിക്കയെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആക്കിയത്. ഇപ്പോ നമ്മളുടെ ബ്രിട്ടന്റെ ആ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നയിച്ചത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്കാണെങ്കിൽ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് നയിക്കാനും കാരണം ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾ മറ്റ് പല ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാ? അവർക്ക് ഇതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് നിങ്ങൾക്ക് മാർക്ക് മാത്രം കോരി തന്നാൽ മതി. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി, അവരും ഹാപ്പി. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണ്, നമ്മൾ അറിവ് നേടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റൻമെന്റിനെ കുറിച്ച് ഞാൻ മുൻപത്തെ ഗ്ലോറിയസ് റെവല്യൂഷൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റെനൈസൻസ് സ്പിരിറ്റ്, എൻലൈറ്റൻമെന്റ് ഒക്കെ അവരെ എഫക്ട് ചെയ്തു എന്നുള്ള കാര്യം. പക്ഷെ അമേരിക്കയെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ്
എഫക്ട് ചെയ്തത്. ഇപ്പൊ ജോൺ ലോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രിട്ടീഷ് റെവല്യൂഷൻ അഥവാ ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിങ്കറാണ്. അദ്ദേഹം തന്നെ ഇവിടെയും എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ ബ്രിട്ടന്റെ ആൾക്കാർ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്. ഇവര് വേറെ നാട്ടുകാരോ വേറെ ഭാഷ സംസാരിക്കുന്നവരൊന്നല്ലല്ലോ. പിന്നെ റൂസോ, മൊണ്ടസ്ക്യൂ ഇവര് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആണ്. പക്ഷെ നമുക്ക് കാണാൻ കഴിയും ഇനി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലോട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ അയൽവക്കക്കാരായിട്ടുള്ള ഫ്രാൻസ് ആണ് ഈ അനിയനെ ചൊറിഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു ഫ്രാൻസിനെ തോൽപ്പിച്ച ബ്രിട്ടനെതിരെ ഈ അനിയൻ തിരിഞ്ഞപ്പോ അയൽവക്കക്കാരനെ കൂടെ നിന്നു. അപ്പൊ ഫ്രാൻസ് പിന്നീട് കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രാൻസ് ആയിട്ടും കണക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ ഗ്ലോറിയസ് റെവല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളുടെ ബ്രിട്ടൻ ഒരു ആംഗ്ലിക്കൻ ആയിട്ടുള്ള സമൂഹത്തെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്, കാത്തലിക്സിനെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാത്തലിക് രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസിനോടൊക്കെ വളരെ അടുത്താണ് നിന്നിരുന്നത്. പിന്നെ ബ്രിട്ടന്റെ അടുത്ത് കിടക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യം കൂടിയാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാനഡയിലും കുറെ ഫ്രഞ്ച് കോളനീസും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാരണമാണ് ഫ്രാൻസിലെ തിങ്കേഴ്സ് ഇവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അല്ലാണ്ട് വെറുതെ റൂസോ എഫക്ട് ചെയ്തിട്ടുണ്ട്, മൊണ്ടസ്ക്യൂ എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇവരെവിടുത്തുകാരാണെന്ന് പോലും നിങ്ങൾ ചിലപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഫ്രഞ്ച് റെവല്യൂഷൻ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ അറിയാം, അയ്യോ റൂസ് ഇവിടുത്തുകാരനായിരുന്നു എന്ന് അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ എഫക്റ്റ് ഉണ്ടായ പോലെ നമ്മൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട് അല്ലെ, ഈ മതം കുറെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കും. ആ നല്ല കാര്യങ്ങൾ പറയാൻ വായിലുണ്ടാവും, പലരുടെയും വായിലുണ്ടാവും, പക്ഷെ അത് പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. അതുപോലെയായിരുന്നു യൂറോപ്പിൽ, പ്രവൃത്തിയിലില്ല. പക്ഷെ അമേരിക്കയിൽ അങ്ങനെ അല്ലായിരുന്നു. ദേ ബ്രോട്ട് ദാറ്റ് ഇൻ ടു പ്രാക്ടീസ്. അവർ ലിബർട്ടിനെയും ഡെമോക്രസിനെയും നാച്ചുറൽ റൈറ്റ്സിനെയും ഒക്കെ ആക്ച്വലി വാല്യൂ ചെയ്തിരുന്നു. അവകാശങ്ങൾ ഉണ്ടാവണം, ആ അവകാശങ്ങൾ ഉണ്ടാവണം എന്ന് പറയണതിലും വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ അവകാശങ്ങളെ കുറിച്ച് അവർ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ആണുങ്ങളെ മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ തന്നെ റെഡ് ഇന്ത്യൻസ് എന്നുള്ളതും സ്ലേവ്സ് എന്നുള്ളതും അവരുടെ മനുഷ്യഗണത്തിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറച്ച് പൊക്കിയടിച്ചും പറയാം, കുറച്ച് കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് തന്നെ മോശങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ജെഫേഴ്സൺ, മാഡിസൺ, ഫ്രാങ്ക്ലിൻ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പോലുള്ള വ്യക്തികളൊക്കെ, അപ്പൊ ഇവരൊക്കെ എൻലൈറ്റൻമെന്റ് പ്രൊഡക്ട്സ് ആണ്. ഇവരൊക്കെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണും. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക, ഇവരെയൊക്കെ നമ്മൾ കാണും. ഇവരൊക്കെ ഡെവലപ്പ് ആയത് എൻലൈറ്റൻമെന്റിന്റെ പീരീഡിലാണ്. ഇത് നമുക്ക് ഇന്ത്യയിലും കാണാൻ പറ്റും. ഇപ്പോ നമ്മുടെ അംബേദ്കർ, അതുപോലെ തന്നെ ഗാന്ധിജി, ഇവരൊക്കെ നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ്. ഗാന്ധിജി കുറെയൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിനോട് അടുത്ത് നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പല കാര്യങ്ങളിലും ഇപ്പോ കാസ്റ്റ് സിസ്റ്റത്തിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവർ എൻലൈറ്റൻമെന്റ് കൊടുത്തത് പലപ്പോഴും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് കണക്ഷൻ തന്നെ ഇവർക്കൊരു എൻലൈറ്റൻമെന്റ് കൊടുത്തു. ഇവർ ഇംഗ്ലീഷുകാരാണ് താനും. അപ്പോ അതിനുശേഷം നമ്മൾ കാണുന്നത് ഏർലി ലിറ്ററസി ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ തന്നെ അംബേദ്കറെയും നമ്മളെ ഗാന്ധിജീനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യം. നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെ എടുത്തു നോക്കിക്കോ, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, ഇവരൊക്കെ പുറത്തു പോയി പഠിച്ചിട്ടുള്ളവരാ. അത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോലെ തന്നെ കുറെ അധികം യൂണിവേഴ്സിറ്റീസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് നമ്മളുടെ ഈ ഒരു അമേരിക്കയിലെ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് അടിപൊളി ലീഡേഴ്സ് ഉണ്ടാവുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഹാർവേഡ് 1636 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ലോകത്തിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ്. ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയില്ലേ, യേൽ യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതുവഴി യൂണിവേഴ്സിറ്റി പ്രൊഡക്ട്സ് വരികയാണ്, കുറെ കാര്യങ്ങൾ പഠിച്ച് പ്രോപ്പർ ബോധമുള്ള മനുഷ്യന്മാർ വരികയാണ്. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി, ഈ മണ്ടത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവർ നിൽക്കൂല. അവര് പ്രോപ്പറായിട്ട് മനുഷ്യർക്ക് എന്തുകൊണ്ട് അവകാശങ്ങൾ ഉണ്ടായിക്കൂടാ എന്നൊക്കെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇത്രയും നല്ല ലീഡേഴ്സ് വന്നത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇത്രയും ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് മാറിയത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പലപ്പോഴും പല ശബ്ദങ്ങളും ഉയരാറുണ്ട്. ഈ ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഗാസയില് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കായിട്ട് ഹമാസ് യുദ്ധം ചെയ്തോട്ടെ, അവിടുത്തെ ജനങ്ങൾ എന്ത് പിഴച്ചു എന്ന പേരില് ഹാർവേഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി ഒക്കെ അവിടുത്തെ കുട്ടികള്, വിദ്യാർത്ഥികള് ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള പ്രസിഡന്റ് ഒക്കെ എതിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോ
ഈ ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റിക്ക് $2.2 ബില്യൺ സംതിങ് ആ ഒരു ഗ്രാൻഡ് ഒക്കെ ഫിനാൻഷ്യൽ എയ്ഡ് ഒക്കെ ഇപ്പൊ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ തന്നെ രാജ്യം ഉണ്ടാക്കിയത് ഈ ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളർന്നു വന്ന നേതാക്കന്മാരാണ്, ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് എന്നുള്ള കാര്യം അമേരിക്ക മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ നമ്മളുടെ ഇന്ത്യയിലും പറയാറുണ്ട് അല്ലെ, JNU ഒക്കെയാണ് നമുക്ക് പ്രശ്നം, JNUവിൽ ഉണ്ടാവണത് ഇന്ത്യ വിരോധികളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേ യൂണിവേഴ്സിറ്റികളാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിന് കാരണമായ പല നേതാക്കന്മാരെയും പടുത്തുയർത്തിയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്ത പലരുമാണ് ഇതേ യൂണിവേഴ്സിറ്റികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ ഒരു കണക്ഷനും കാണാൻ പറ്റും അല്ലെ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കണക്ഷൻ കാണാൻ പറ്റണില്ലേ? വിദ്യാഭ്യാസം വളരെ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. അത് വെറുതെ മാർക്കിന് വേണ്ടി മാറ്റി വെക്കേണ്ടതല്ല. അത് വെറുതെ കുട്ടികൾക്ക് സ്വപ്നം നൽകി അവരെ മണ്ടന്മാരാക്കാനുള്ളതല്ല. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അറിവ് നൽകാനുള്ളതാണ്, അവരുടെ കണ്ണ് തുറപ്പിക്കാനുള്ളതാണ്. അവരൊരിക്കലും വിദ്യാഭ്യാസത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് മണ്ടത്തരം ആശയങ്ങൾക്ക്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ പ്രൊഫസർമാര് ഈ ദുരാചാരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, അങ്ങോട്ടേക്ക് പോകരുത്. അതിന് കണ്ണ് തുറക്കണം, അതിന് വിദ്യാഭ്യാസം റൈറ്റ് ആയിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലിറ്ററസി അവരെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തില്. ഇവര് ഇൻക്യുബേറ്റേഴ്സ് ആയിരുന്നു. ഈ പറഞ്ഞ നമ്മളുടെ യൂണിവേഴ്സിറ്റീസ് ഈ ലിറ്ററസി അത് കുറെ നല്ല നേതാക്കന്മാരെ നേടിക്കൊടുത്തു നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് റിലീജിയസ് ഫ്രീഡം ആൻഡ് പ്ലൂറലിസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. ഇവരുടെ ഇടയിൽ ഇവർ ക്ലാസ് ഡിഫറൻസസോ കാര്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടുണ്ടായിട്ടില്ല. ഇവിടെ യൂറോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റും ഓരോ റിലീജിയനെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ. ഫ്രാൻസ് കാത്തലിക്സിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളുടെ ഇംഗ്ലണ്ടിൽ വലിയ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാ? പ്യൂരിറ്റാൻസും കാത്തലിക്സും തമ്മിലുള്ള പ്രശ്നം, പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും തമ്മിലുള്ള പ്രശ്നം അല്ലെ. നമ്മുടെ ആ ഒരു ഇംഗ്ലണ്ട്, അവിടുത്തെ രാജാവ് ഭയങ്കരമായിട്ട് കാത്തലിക്സിനെ, ആ ഒരു ആംഗ്ലിക്കൻ സഭയെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു റിലീജിയന്റെ കൂടെ അവർ നിന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് കുറെ എക്കണോമിക് ആയിട്ടുള്ള റീസൺസിനാണ് അല്ലെ. ഞങ്ങളിവിടെ കാശുണ്ടാക്കാൻ വന്ന, നമ്മുടെ ഇവിടെ നിന്നും പുറത്തോട്ട് പിള്ളേർ പോകുമ്പോൾ തന്നെയല്ലേ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഭയങ്കര ജഗടയാണ്. പക്ഷെ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിലത്തെയും ഇന്ത്യയിലത്തെയും ആൾക്കാർ ഒരുമിച്ച് നിൽക്കും, ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ. അവിടെ അവരൊരു എന്താ പറയാ വയറ്റിപ്പഴുപ്പിന് വന്നതാണ്. അവിടെ അവര് പിന്നെ അയ്യോ ഇവൻ പാകിസ്ഥാനിയാ, ഇവന്റെ കൂടെ ഞാൻ കൂടില്ല എന്ന് പറഞ്ഞ് നിൽക്കില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആ ഒരു രീതിയിൽ അടിപിടിക്കൊന്നും അവർ നിന്നില്ല. നോ ഡൊമിനന്റ് ചർച്ച് ലൈക്ക് ദി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് ആംഗ്ലിക്കൻ സഭയുടെ ആ ഒരു സിസ്റ്റം. അങ്ങനെ ഒരാൾ മാത്രം ഇങ്ങനെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കണു എന്നുള്ളതൊന്നും അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല. അവര് ഭയങ്കര ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ ഫ്രീയർ ആയിരുന്നു. ഭയങ്കരമായിട്ട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ അവസരമുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കൺസർവേറ്റീവ്സ് ആണ്. ഈ നമ്മളെ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഒക്കെ ഭയങ്കര കൺസർവേറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവർക്കൊരു ഫ്രോണ്ടിയർ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങള് ഇവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ വന്നതാ. അതായത് ഞങ്ങളൊക്കെ സെൽഫ് മെയ്ഡ് മാൻ ആണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇവിടെ കുറെ കാര്യങ്ങൾ ബെറ്റർ ആക്കിയിട്ടുള്ളവരാ. ഞങ്ങൾ ഇൻവെന്റീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അഡാപ്റ്റബിൾ ആണ് അല്ലെ. ഞങ്ങൾ അവിടെ നിന്ന് മെയ് ഫ്ലവർ ഷിപ്പിൽ കയറി വന്നു. ഇവിടെ ഇൻവെന്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിച്ചു. ഞങ്ങൾ ബ്രിട്ടനിൽ കാശ് ചോദിച്ചു പോയിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ ആ ഒരു തറവാട് ബൈബിൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ചേട്ടനോട് കാശ് ചോദിച്ചിട്ടില്ല. ഫ്രാൻസുമായിട്ട് യുദ്ധം വന്നപ്പോ ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ചേട്ടൻ സഹായിച്ചിട്ടൊന്നുമില്ല. അഡാപ്റ്റബിൾ ആണ്. ഇവിടുത്തെ കണ്ടീഷൻസിനൊക്കെ ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങളൊരു ലൈക്ക് വൈബുള്ള മനുഷ്യരാണ് എന്നുള്ള തോട്ട് അവർക്ക് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടന്റാ. നമ്മുടെ അർത്ഥശാസ്ത്രത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. രാജാറാം മോഹൻ റോയ് ഒക്കെ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിന്ന് എടുത്തു പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ ഇന്ത്യക്കാർക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഭയങ്കര പ്രിമിറ്റീവ് ആണ്. അർത്ഥശാസ്ത്രമൊക്കെ ഉണ്ടായിരുന്നു. കൗട്ടിലിന് ഇത്രയും നല്ല കാര്യങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ ഭരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ഇത്രയും നല്ല രീതിയിൽ ഭരണത്തിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള അത്രയും പുരാതനമായിട്ടുള്ള ടെക്സ്റ്റ് കാണാൻ പറ്റില്ല എന്ന് പറയണേ. ഇതൊക്കെ കണ്ടത് ഇപ്പൊ ഇന്ത്യക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതേ കോൺഫിഡൻസ് ആണ് അമേരിക്കക്കാർക്കും ഉണ്ടായിരുന്നത്. ആ കോൺഫിഡൻസ് ആണ് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. ആ ഒരു ഓൾഡ് വേൾഡ് മൈൻഡ് സെറ്റ് ഓഫ് ഹൈറാർക്കി ഒക്കെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇല്ലാണ്ടായി. ആ ഒരു കോൺഫിഡൻസ് വന്നപ്പോ, ആ കോൺഫിഡൻസ് അതായത് ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതാ ഈ അമേരിക്ക മൊത്തം. ഇവിടെ എന്തൊക്കെ ഫ്ലറിഷ് ആയോ അതൊക്കെ ഞങ്ങൾ കാരണ. ഈ നമ്മളെ നിവിൻ പോളി പറയണ പോലെ
ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നുള്ള തോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈറാർക്കി, അതായത് ചേട്ടൻ വലിയവനാ എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നൊക്കെ അവർ മാറി. ആ ഒരു ഇൻഹെറിറ്റൻസ്, പ്രിവിലേജ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ എടുത്തു മാറ്റി. കാരണം ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങളിപ്പോ ഒന്നേന്ന് തുടങ്ങിയാലും ഞങ്ങള് ഉയർന്നു വരും എന്നുള്ള തോട്ട് പ്രോസസ്സ് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോ ആബ്സല്യൂട്ട് മൊണാർക്കി അല്ലെ, ബ്രിട്ടനിലുണ്ട് രാജാവ്, പക്ഷെ ഇവിടെ രാജാവ് ഇല്ല. ഇവിടെ കോളനി അൾട്ടിമേറ്റ്ലി ബ്രിട്ടന്റെ കീഴിലാണെങ്കിലും അവിടെ രാജാവ് ഇല്ല. അപ്പോ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തു. അവിടെയൊക്കെ എലക്ടഡ് അസംബ്ലി ഉണ്ടായിരുന്നു. രാജാവാണ് ഭരിക്കുന്നത്, പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു എലക്ടഡ് അസംബ്ലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു എലക്ടഡ് അസംബ്ലി എന്നുള്ളത് സെൽഫ് റൂളിൻ്റെതായിട്ടുള്ള ഒരു എക്സാമ്പിൾ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യം നിങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിലോട്ട് പൊക്കോ. അവര് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വന്ന് ആ ഒരു 1935 ആക്ട് പ്രകാരം ഇലക്ഷൻ നടക്കുന്നത് 37-ലാണ്. ഒരു 2 വർഷം അവർ പ്രോപ്പറായിട്ട് ഭരണം നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് കഴിവുണ്ട്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് അടിപൊളിയായിട്ട് നോക്കി നടത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും അല്ലേ? അപ്പോ കോൺഫിഡൻസ് ഇസ് എ ബിഗ് തിങ്. ലൈഫിലോട്ട് നമുക്ക് എന്ത് പഠിക്കാം? ഇഫ് യു ആർ കോൺഫിഡന്റ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളെ തന്നെ എപ്പോഴെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ അറിവ് നേടി, നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആണെന്നുള്ള ഫീലിംഗ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹീറോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവിടെ അമേരിക്ക ബ്രിട്ടനെ എതിർത്ത് തോപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആയതുപോലെ നിങ്ങൾക്കും നിങ്ങൾ പോലും ഓർക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറാൻ പറ്റും, ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് മാറാൻ പറ്റും. അതിന് നിങ്ങളിൽ തന്നെ കോൺഫിഡന്റ് ആവുകയാണ് ആദ്യം തന്നെ വേണ്ടത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാവുന്ന അമേരിക്കയിൽ നിന്നുള്ള ലൈഫ് ലെസൺ. അതിനുശേഷം എന്താ? പ്രാക്ടിക്കൽ എൻലൈറ്റൻമെന്റ്. ഇവിടെയുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രൊഡക്റ്റീവ് തിങ്കേഴ്സിനെ നോക്കി പോവും, കുറെ പ്രൊഡക്ടിവിറ്റി വീഡിയോ കാണും. ഇതൊക്കെ നമ്മുടെ തലയിലുണ്ട്, പ്രാക്ടീസിലോട്ട് കൊണ്ടുവരില്ല. കുറെ മൂല്യങ്ങളുണ്ട്, പ്രാക്ടീസിലോട്ട് കൊണ്ടുവരില്ല. അപ്പോ അത് യൂസ്ലെസ് ആണ്. യൂറോപ്പിൽ യൂസ്ലെസ് ആയിരുന്നു, അമേരിക്കയിൽ യൂസ്ലെസ് ആയില്ല. കാരണം അവരത് പ്രാക്ടീസിലോട്ട് കൊണ്ടുവന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ? അമേരിക്കൻ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. യൂറോപ്പിൽ ഭയങ്കര അക്കാഡമിക് എലീറ്റിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അമേരിക്കയുടെ തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈഡ് ഐഡിയാസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് തോട്ട്സ് ഉണ്ടോ, ഭയങ്കര ഇന്റലക്ച്വൽ ആണോ നിങ്ങൾ, ഒരു ഗുണമില്ല. നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ, അപ്പൊ ഗുണമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവര് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ഉപയോഗിച്ചു, ഗവേണൻസിൽ ഉപയോഗിച്ചു, റൈറ്റ്സിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്ക ലോകശക്തിയായിട്ട് മാറി. ഇപ്പോഴും GDP-യിലൊക്കെ നോക്കുമ്പോൾ അവർ തന്നെയാണ് മോളിൽ നിൽക്കുന്നത്. ചൈന മത്സരിച്ചെത്തുന്നേ ഉള്ളൂ. അതിനുശേഷം എക്കണോമിക് ഓട്ടോണമി, അമേരിക്കയ്ക്ക് ലാൻഡ് ഉണ്ടായിരുന്നു, റിസോഴ്സസ് ഉണ്ടായിരുന്നു, ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവനാണ് എന്നുള്ളത് ഉണ്ടായിരുന്നു. ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഓൾഡ് ഗിൽഡ് സിസ്റ്റംസ് ഓർ റോയൽ ചാർട്ടേഴ്സ്. ഈ ഗിൽഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കച്ചവടം നടത്താനുള്ള കമ്മ്യൂണിറ്റീസ് ഇല്ലേ, അവരൊന്നും ആശ്രയിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് ചെയ്തത് എല്ലാനും. റോയൽ ചാർട്ടേഴ്സിനെയും ആശ്രയിച്ചിട്ടില്ല. ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു മോണോപ്പൊളി ഒക്കെ കിട്ടിയില്ലേ, അതുമാതിരി മോണോപ്പൊളിക്കൊന്നും അവർ നിന്നിട്ടില്ല. ഞങ്ങള് കഷ്ടപ്പെട്ട് പണിയെടുത്തോളാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഏർലി ക്യാപിറ്റലിസം, പ്രൈവറ്റ് ഓണർഷിപ്പ് ഒക്കെ അവിടെ നാച്ചുറലി ആണ് വന്നത് അല്ലെ? ഇവിടെ ഫ്യൂഡലിസം ഒന്നും ഇല്ല, ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഒന്നേന്ന് തുടങ്ങിയവരാ. അവർ ഒന്നേന്ന് തുടങ്ങി അവർ ആ ഒരു ക്യാപിറ്റലിസം, ഇപ്പൊ ക്യാപിറ്റലിസത്തിന് തന്നെ ഏറ്റവും വലിയ വക്താവ് അമേരിക്കയാണ്. ക്യാപിറ്റലിസം നല്ലതാണെന്നല്ല ഞാൻ പറയണേ. അപ്പൊ ആ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് വന്നു. അമേരിക്കക്കാർക്ക് അത് വലിയ കാര്യമായിരുന്നു. ഇതൊക്കെ അവരുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ പവർഫുൾ ആക്കുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അമേരിക്കക്കാർ ഡിഫറെന്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ട്രിഗറിങ് ആക്ട് എന്താ? നമ്മൾ പറഞ്ഞു ചൊറിയാനുള്ളതൊക്കെ മൂത്തേട്ടൻ ചൊറിഞ്ഞിട്ടുണ്ട്. ചൊറിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ അമേരിക്ക തിരിച്ചടിച്ചത്? നേരത്തെ അടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ? സ്റ്റാമ്പ് ആക്ടും ടൗൺസെൻഡ് ആക്ടും ഷുഗർ ആക്ടും ഒക്കെ ഓരോ ചെകിട്ടത്തുള്ള അടിയായിരുന്നു. ആ അടിക്ക് തിരിച്ചടി കൊടുത്തത് ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടിയിൽ വെച്ചിട്ടായിരുന്നു. നമ്മളുടെ ഈ ഒരു അമേരിക്കൻ കോളനികളിലുള്ള ആ ബ്രിട്ടീഷുകാരില്ലേ, ടീ എടുത്തിട്ട് ബോസ്റ്റൺ ഹാർബറിൽ അത് ഡംപ് ചെയ്ത് കളഞ്ഞു. എടുത്തങ്ങോട്ട് ഷിപ്പിൽ നിന്ന് എടുത്തങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കളഞ്ഞു. അപ്പൊ അതൊരു ട്രിഗർ ഇവന്റ് ആയി. അതിനുശേഷം നിർത്തിയില്ല. റെവല്യൂഷണറി സ്ലോഗനൊക്കെ ആ സമയത്ത് വന്നു. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ആരാ പറഞ്ഞത്? ജെയിംസ് ഓട്ടീസ് ജൂനിയർ ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ നമ്മളുടെ അമേരിക്കൻ കോളനികളിലുള്ളവർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ റെപ്രസെന്റേഷൻ ഇല്ലായിരുന്നു. നേരത്തെ നമ്മളെ മൂത്തേട്ടൻ പോയിട്ട് അപ്പനോട് ചോദിച്ചില്ലേ,
അപ്പൊ അപ്പൻ ചെയ്യണ കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലല്ലോ, ഇവിടെ ഞാൻ ഇനി തീരുമാനങ്ങളില് ഒരു പാർട്ടാവാൻ പോവാണ് എന്ന് പറഞ്ഞില്ലേ. ആ മൂത്ത ഏട്ടൻ തന്നെ ഇളയ അനിയനെ, അമേരിക്കയിലോട്ട് പോയിട്ടുള്ള അനിയനെ കൂട്ടാറില്ല. അപ്പോ അനിയൻ പറഞ്ഞു, ഇനി നിങ്ങൾ ടാക്സേഷനെ കുറിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കും ആ ഒരു പാർലമെന്റിൽ അംഗത്വം ഉണ്ടാവണം. അതാണ് ജെയിംസ് ഓട്ടീസ് ജൂനിയർ പറഞ്ഞത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജെയിംസ് ഓട്ടീസ് ജൂനിയറിന്റെ ആ ഒരു വാക്കുകൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരീക്ഷയ്ക്ക് പോയിട്ട് തെറ്റിക്കില്ല. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ ഉണ്ടാവോ? ഫ്രാൻസിലെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു, റെപ്രസെന്റേഷൻ കുറവായിരുന്നേ ഉള്ളൂ. ഇവിടെ ഈ ഒരു അമേരിക്കക്കാർക്കാണ് ഒട്ടും റെപ്രസെന്റേഷൻ ഇല്ലാതിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. അവരെ സ്റ്റിൽ ടാക്സ് ചെയ്തിരുന്നു. ഈ പറഞ്ഞ സ്റ്റാമ്പ് ആക്ടിലൊന്നും അവർക്കൊരു പങ്കാളിത്തം ഇല്ല. സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റില്ല. അവർക്ക് ആ ഒരു സെൽഫ് റൂളിൻ്റെതായിട്ടുള്ള എക്സാംസ് ഉണ്ട്. അവിടെ ഉള്ള കാര്യങ്ങൾ അമേരിക്കയുടെ ഉള്ളിലത്തെ ഭരണം, ടാക്സും കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിരുന്നു. റെസിസ്റ്റൻസ് വളർന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബോസ്റ്റൺ ടീ പാർട്ടി കൊണ്ട് നിന്നില്ല. സൺസ് ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. സാമുവൽ ആഡംസ് ആണ് അത് ലീഡ് ചെയ്തത്. അവര് ബ്രിട്ടീഷ് ഗുഡ്സിന്റെ ഒരു ബോയ്ക്കോട്ട് തന്നെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ടീ വേണ്ട, നിങ്ങൾ കൊണ്ടുവരുന്ന ഷുഗർ വേണ്ട, ഒരു തേങ്ങ വേണ്ട. ഇത് നമുക്ക് ഇന്ത്യയിലും കാണാൻ പറ്റും. ഇന്ത്യക്കാർ ഇത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. നമ്മളുടെ ഈ ഒരു സ്വദേശി മൂവ്മെന്റ് ഈ ഒരു സമയം തൊട്ട് നമ്മൾ ഇത് ചെയ്യണില്ലേ. ബ്രിട്ടീഷ് ഗുഡ്സ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണില്ലേ. ഗാന്ധിജി വന്നപ്പോ നേരെ പറഞ്ഞെന്താ, ബ്രിട്ടീഷ് ഗുഡ്സ് അങ്ങോട്ട് ബോയ്ക്കോട്ട് ചെയ്യ്, ബ്രിട്ടീഷ് തുണിയൊന്നും നമുക്ക് വേണ്ട, കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിക്ക് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അമേരിക്കൻ റവല്യൂഷൻ നമ്മളെയും എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് തന്നെയാണ് സൺസ് ഓഫ് ലിബർട്ടി ആ ഒരു സമൂഹം മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവർ കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ കൂടി തുടങ്ങി. അതായത് അവരുടേതായിട്ടുള്ള കമ്മിറ്റികൾ കൂടി തുടങ്ങി. നമ്മളുടെ ഈ പറഞ്ഞ ഇന്ത്യയിലും ഇവിടെ നമ്മളുടെ കോൺഗ്രസിൻ്റെതായിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടായില്ല. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അസംബ്ലി എന്നാട്ടോ ഉദ്ദേശിക്കണേ, അല്ല നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. അപ്പോ ഫിലാഡൽഫിയയിലാണ് അവർ ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് കൂടിയത്. എന്നായിരുന്നു? സെപ്റ്റംബർ 5, 1774 അവർ ആദ്യമായിട്ട് അവര് കോണ്ടിനെന്റൽ കോൺഗ്രസ് കൂടിയത്. 12 കോളനികളാണ് അതിൽ പങ്കെടുത്തത്. ജോർജിയ മാത്രം പങ്കെടുത്തില്ല. അപ്പോ ആദ്യം എല്ലാവരെയും കൂട്ടായിട്ട് കൊണ്ടുവരുന്ന എളുപ്പമാണോ? കുറച്ച് അനിയന്മാർ അവിടെ ഉണ്ട്, എല്ലാ അനിയന്മാരും വന്നില്ല. ഒരെണ്ണം മാത്രമായിട്ട് മാറി നിന്നുള്ളൂ. എല്ലാ അനിയന്മാരും വന്നില്ല എന്ന് പറയുമ്പോൾ കുറെ എണ്ണം മാറി നിന്നൊന്നുമില്ല, ഒരാൾ മാത്രം മാറിയിരുന്നു. അത് നമ്മളുടെ ജോർജിയ ആയിരുന്നു. ബാക്കി എല്ലാവരും കൂടി. അതായത് ബ്രിട്ടനെതിരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രഗിൾ വേണ്ടേ. അല്ലാണ്ട് ഓക്കെ ഇവരൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നാൽ മതിയാ. നമ്മളിപ്പോ എന്താ ഒരു ചായ പാർട്ടിക്കൊക്കെ പോയില്ലേ, അല്ലെങ്കിൽ നമുക്കൊന്ന് ചായ കുടിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു ടെന്നീസ് കോർട്ട് ഹൗസിലോട്ടൊന്നും പോകരുത്. ബോസ്റ്റൺ ടീ പാർട്ടി ഇതല്ല ഉദ്ദേശിക്കുന്നത്. ചായ കുടിച്ച് എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊളോക്കിയലേ പറഞ്ഞതേ ഉള്ളൂ. ഒരു ചായ കുടിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അവരൊരു കോണ്ടിനെന്റൽ കോൺഗ്രസ് അങ്ങോട്ട് കൂടി. എന്നാ കൂടിയേ 1774 അവര് സിവിൽ ഡിസൊബീഡിയൻസ്, ഇത് നമ്മളുടെ ടീമിലുണ്ട് അല്ലെ. 1930s നമ്മൾ സിവിൽ ഡിസൊബീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോ സിവിൽ ഡിസൊബീഡിയൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ഇത് നമ്മൾ ചെയ്തിരുന്നു അല്ലെ. കോണ്ടിനെന്റൽ കോൺഗ്രസ് അവിടെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഇവിടെ INC സെഷൻസ് വെച്ചപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അവർക്കൊക്കെ ശേഷമാണെന്ന് മാത്രം. അപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ നേതാക്കന്മാർ പഠിച്ചിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ എക്സാമ്പിൾ ഉൾക്കൊണ്ടുകൊണ്ടാവാം അവർ പല കാര്യങ്ങളും ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അവർ കൂടി. എന്നായിരുന്നു? അടുത്ത വർഷം തന്നെ. അതായത് ഇതിങ്ങനെ മാറ്റി മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അമേരിക്കക്കാരെ കഴിവുള്ളവരാ, അവരങ്ങനെ മാറ്റി വെക്കാനൊന്നും ഒന്നിനും നിൽക്കില്ല. അപ്പൊ മെയ് 10 1775 കൂടി. എന്നിട്ട് അവര് ഒരു ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അങ്ങോട്ട് അയച്ചു നമ്മളുടെ കിങ് ജോർജ് III സമാധാനത്തിനായിട്ട്. നമുക്ക് സമാധാനപരമായിട്ട് എല്ലാം അങ്ങോട്ട് സെറ്റിൽ ചെയ്ത് തീർത്താലോ എന്നങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ഒരു കമാൻഡർ ഇൻ ചീഫും വെച്ചു. കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി. ആർമി വേണമല്ലോ, പോരാടണമെങ്കിൽ ആർമി വേണമല്ലോ. വെറുതെ ഈ പറഞ്ഞ നമ്മളുടെ ടീനെയും കാര്യങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്ത് മൊത്തത്തില് റിബലായിട്ട് നിന്നാൽ മാത്രം പോരല്ലോ. അവിടെ നിന്ന് എന്തെങ്കിലും ഫോഴ്സ് വന്ന് ഇവിടെ നിന്ന് അടിക്കാനോ ആൾക്കാർ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ജോർജ് വാഷിങ്ടണെയാണ് അവരുടെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമി ആയിട്ട് നിയമിച്ചത്. ഈ ജോർജ് വാഷിങ്ടനെ കുറിച്ച് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ കാണും കേട്ടോ. അമേരിക്കൻ ചരിത്രം കഴിഞ്ഞിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഐഡിയാസ് നേരത്തെ നമ്മളുടെ ആ ഒരു ടീ പാർട്ടി ആ ഒരു സ്ട്രോങ് ആക്കി കൊണ്ടുപോയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ സമയത്ത് പടർന്നിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോമൺ സെൻസ് എന്നുള്ള ഐഡിയ. ആരുടെയാണ്? തോമസ് പെയിനിന്റെ ആണ്. വെറുതെ കാണാപാഠം പഠിക്കല്ലേ. എന്താണ് കോമൺ സെൻസ്? നമ്മളെ തോമസ് പെയിൻ പറഞ്ഞു
ഇംഗ്ലണ്ടുകാർക്ക് ഏറ്റവും നല്ല ബുദ്ധി എന്താണെന്നറിയോ? ഇവിടുന്ന് എല്ലാം വേണ്ടെന്ന് വെച്ച് പോണതാ. ഞങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, സെപ്പറേഷൻ ഫ്രം ഇംഗ്ലണ്ട് ഇസ് എ പ്രുഡന്റ് ആക്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ട കാര്യമാണ്, ഞങ്ങളുടെ അവകാശമാണെന്നല്ല പറഞ്ഞത്. ഇതാണ് കോമൺ സെൻസ്, ഇതാണ് ബോധം. ബോധം ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടുകാർ ഇവിടുന്ന് പൊക്കോ എന്നാണ് നമ്മളുടെ തോമസ് പെയിൻ പറഞ്ഞത്. അങ്ങനെ എൻകറേജ് ഫുൾ ഇൻഡിപെൻഡൻസ്. നമ്മൾ ഇവിടുത്തെ മോഡറേറ്റ്സിന്റെ പോലെ പതിയെ രാജാവ് ഭരിച്ചോട്ടെ, രാജ്ഞി ഭരിച്ചോട്ടെ, എന്നിട്ട് ഞങ്ങൾ ഡൊമിനിയൻ ആയിട്ട് നിന്നോളാം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നമ്മളുടെ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, സ്വദേശി മൂവ്മെന്റിന്റെ സമയത്തൊക്കെ നമുക്കൊരു ഡൊമിനിയൻ ആയാൽ മതി. പിന്നീടുള്ള സമയങ്ങളിലും ഡൊമിനിയൻ ആയാൽ മതി. പിന്നെ ഒരു 1929 ആ ഒരു സമയമായപ്പോഴാണ് പൂർണ്ണ സ്വരാജ് തന്നെ വേണം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യ മാറിയത്. അപ്പൊ ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഫുൾ ഇൻഡിപെൻഡൻസ് വേണം, ഞങ്ങൾ ഇങ്ങനെ ഒരു രാജാവിന്റെ രാജ്ഞിയുടെ കീഴിലുള്ള ഒരു ഡൊമിനിയൻ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അവരിറക്കി. ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലാണ് നമ്മളുടെ ബ്രിട്ടീഷുകാരുടെ പല രേഖകളുമായിട്ട് കണക്ഷൻ കാണാൻ കഴിയുമെന്ന് പറയണത്. ഈവൻ മാഗ്ന കാർട്ടയുടെ ഇൻഫ്ലുവൻസ്, പിന്നീട് ഉണ്ടായിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. ചെറിയ ചെറിയ ഇൻഫ്ലുവൻസ്. കാരണം എന്താ, ഇവർ വന്നിട്ടുള്ളത് ആ നാട്ടിൽ നിന്നുള്ളവരാണ്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യക്കാർ ആലോചിച്ചൊക്കെ മാൾട്ടയിലോട്ട് കുറെ പേര് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ പോലെയാണെങ്കിൽ ചിലപ്പോൾ മാൾട്ടയിൽ കുറെ കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എന്നിട്ട് അവരവിടെ ചിലപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മാൾട്ട ഉണ്ടാക്കും. അപ്പൊ നമ്മളുടെ മോദിജി പറയും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ ഞാൻ കൊണ്ടുവരുന്നു. അപ്പൊ മാൾട്ടയോട് ഞങ്ങൾ പറയും, നിങ്ങളൊരു തേങ്ങാക്കോലം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് നിന്നോളാന്ന് പറയും. അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പോ ഇവിടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുമ്പോ എന്തായാലും തറവാട്ട് ഗുണമുണ്ടാവില്ലേ? അതന്നെ ഇവിടെയും കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കൊരു റിലേഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത്രയും ഡെപ്തിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഡെപ്തിൽ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലതാനും അല്ലെ. അപ്പൊ ജൂലൈ 4, 1776 കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചിട്ടാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതുന്നത്. ഇത് ആരൊക്കെയാണ് എഴുതിയത്? മെയിൻ ഓതേഴ്സ് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ. ഞാൻ പറഞ്ഞില്ലേ ഈ യൂണിവേഴ്സിറ്റികളെ പ്രൊഡക്റ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അതില് 3 പാർട്സ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഫിലോസഫി ആയിരുന്നു ആദ്യത്തെ പാർട്ട്, റൈറ്റ്സ് ആൻഡ് ലിബർട്ടിയും. അതുപോലെ തന്നെ ചാർജസ് അഗെയിൻസ്റ്റ് കിങ് ജോർജ് ദ തേർഡ്. കിങ് ജോർജ് ദ തേർഡ് ആണ് ആ സമയത്ത് ഈ ഒരു ബ്രിട്ടൻ ഭരിച്ചിരുന്നത്. അപ്പോ അദ്ദേഹത്തിനെതിരെയുള്ള ചാർജസ് ഉണ്ടായിരുന്നു. 1776 എന്നൊക്കെ പറയുമ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ടുണ്ട്. അപ്പോ നോമിനൽ ഹെഡ് ആണ് ജോർജ് ദ തേർഡ് എന്നുള്ളത്. പിന്നെ ഫോർമൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. നമ്മള് പൂർണ്ണ സ്വരാജിൽ പ്രഖ്യാപിച്ചല്ലോ. പക്ഷെ പൂർണ്ണ സ്വരാജിൽ പ്രഖ്യാപിച്ചപ്പോ പ്രോപ്പർ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ബ്രിട്ടൻ തന്നെ അംഗീകരിക്കണുണ്ട്. നമുക്ക് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അംഗീകരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അത്രത്തോളം പവർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര പവർ ആയിരുന്നു അവർക്ക്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനിയിൽ വന്ന ഇംഗ്ലീഷുകാർ തന്നെയാണ് ഇത് ഉണ്ടാക്കണത്. നമ്മൾ തദ്ദേശീയരായിട്ടുള്ളവരാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതെന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ യുദ്ധങ്ങൾ നടന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോഴേക്കും ബ്രിട്ടൻ അങ്ങോട്ട് പറയല്ലേ, അന്നാ ചെറുമോനെ ഈ അങ്ങോട്ട് പൊക്കോ എന്ന് പറയൂലല്ലോ. അങ്ങനെ എളുപ്പത്തിൽ ഇറക്കി വിടാൻ പറ്റൂല. അമേരിക്ക അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഇന്ത്യനെ അവർ വെറുതെ കളഞ്ഞിട്ടില്ല. അപ്പോഴാണ് ചെറിയ മോനെ അങ്ങോട്ട് സുഖമായിട്ട് നീ അങ്ങോട്ട് പൊക്കോടാ, നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ആഘോഷിക്കുന്നു പറയാൻ പോകുന്നുണ്ടോ? അത് തന്നെയാണ് 1776 വാഷിങ്ടൺ, നമ്മളുടെ വാഷിങ്ടൺ ആണല്ലോ കമാൻഡർ ഇൻ ചീഫ്, ബാറ്റിൽ ഓഫ് ബ്രൂക്ലിനിൽ അങ്ങോട്ട് തോറ്റു. പക്ഷെ വീണില്ല, തോറ്റു. നമ്മളുടെ ആ ഒരു മോട്ടിവേഷനിലൊക്കെ പറയണ പോലെ ഇറ്റ്സ് നോട്ട് ഓവർ അൺടിൽ ഐ വിൻ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം കൊണ്ട് പോരാടി സരട്ടോഗയില് ജയിച്ചു. അതായിരുന്നു ടേണിംഗ് പോയിന്റ്. ആ ബാറ്റിൽ ഓഫ് ബ്രൂക്ലിനിൽ തോറ്റപ്പോഴേക്കും അയ്യോ നമ്മളെയും കൊണ്ട് ഇത് പറ്റൂല, നമുക്ക് അങ്ങോട്ട് നിർത്താം, ബ്രിട്ടനായിട്ട് അങ്ങോട്ട് കുറച്ച് സെറ്റിൽമെന്റ് ആവാം എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ? ഇതും നമുക്കൊരു ജീവിതപാഠമാണ്. തോൽവികളിൽ നിന്ന് നമ്മള് ജീവിതത്തിൽ നിന്ന് പിന്മാറരുത്. ഏതെങ്കിലും അറ്റംപ്റ്റിൽ നിന്ന് നമ്മൾ പിന്മാറരുത്. തോറ്റാൽ മറ്റേ മൈൻഡ് സെറ്റാ വേണ്ടേ. നമുക്കത് വേണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വിചാരിക്കണം, ഇറ്റ്സ് നോട്ട് ഓവർ അൺടിൽ ഐ വിൻ. ഞാൻ ജയിക്കും, ജയിക്കാനായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള തോട്ട് ഉണ്ടാവണം. ആ തോട്ടോടുകൂടെ വാഷിങ്ടൺ വർക്ക് ചെയ്തത് കൊണ്ടാണ് ഈ പറഞ്ഞ സരട്ടോഗയിൽ ജയിക്കാൻ പറ്റിയത്. ആ ഒരു തോട്ട് പ്രോസസ്സ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഗ്രേറ്റ് ആയത്. ഇപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇമ്പോർട്ടന്റ് നഗരം തന്നെ ഉണ്ട് അല്ലെ, വാഷിങ്ടൺ DC. അപ്പോ ആ ഒരു കാര്യം ഓർക്കാം, ലൈഫ് ലെസൺ കൂടിയാണ്. ഫ്രഞ്ചുകാർ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രഞ്ചുകാരാണ് ആദ്യം നമ്മളെ ചൊറിഞ്ഞത്, ഈ ഇളയ മക്കളെ അമേരിക്കക്കാരെ. അപ്പോ 7 ഇയർ വാറില് ബ്രിട്ടനാണ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അൾട്ടിമേറ്റ്ലി ബ്രിട്ടന്റെ എതിരെ നമ്മൾ തന്നെ തിരിഞ്ഞപ്പോ അയൽവക്കക്കാർ വന്ന് പറഞ്ഞു, എന്നാ
ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താലോ, ബ്രിട്ടനോട് ഞങ്ങൾക്ക് ചെറിയൊരു ദേഷ്യമുണ്ടേ, ആ ഒരു ദേഷ്യം ഇപ്പം അങ്ങോട്ട് തീർക്കാലോ എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞു. ഈ ഒരു ഫ്രഞ്ചുകാർ തന്ന ഹെൽപ്പിന് അവർക്ക് പണി കിട്ടണത് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ പഠിക്കും. അപ്പോ ഫ്രഞ്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആരാണ് ലീഡ് ചെയ്തത്? മാർക്യൂസ് ഡെ ലഫയറ്റെ ആണ് ലീഡ് ചെയ്തത്. അമേരിക്കക്കാരുടെ ആ ഒരു യുദ്ധത്തിന്, ആ ഒരു പവറിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത ഇവരാണ്. അപ്പൊ അമേരിക്കക്കാര് ഈ ചെറിയ മോൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിജയിച്ചു, മൂത്തേട്ടനെ അങ്ങോട്ട് തോപ്പിച്ചു, രാജഭരണത്തിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി എന്ന് പറയുമ്പോ ഈ ഹെൽപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് സ്വന്തമായിട്ടെല്ലാം കൊണ്ടങ്ങോട്ട് ഉണ്ടാക്കി എന്നുള്ളതല്ല. പിന്നെ 1781 ബ്രിട്ടീഷ് ജനറൽ ആയിട്ടുള്ള കോൺവാലിസ് യോർക്ക് ടണിൽ വെച്ചിട്ട് സറണ്ടർ ചെയ്തു. ഒക്ടോബർ 19, 1781 അപ്പൊ സരട്ടോഗയിൽ ജയിച്ചു. അതുപോലെ തന്നെ കോൺവാലിസിനെ തോപ്പിച്ചു. കോൺവാലിസിനെ പിന്നീട് നമ്മൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കാം. ഇതാ പറഞ്ഞേ, കണക്ഷൻ ഉണ്ട്. ബ്രിട്ടനും അമേരിക്ക, നമ്മുടെ ഇന്ത്യ ഒക്കെ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഇതിൽ കീ ലീഡേഴ്സ് ആയിട്ട് വന്നത് ബ്രിട്ടീഷ് കിങ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജോർജ് III, നമ്മുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ ജോർജ് III കുറ്റങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകം പരാമർശിച്ചിരുന്നു. പാർട്ട് 2 എന്ന് പറഞ്ഞില്ലേ, അതന്നെ ബ്രിട്ടീഷ് കിങ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് കിങ് ലൂയിസ് ദ 16th, ഈ ഒരു ഫ്രഞ്ച് കിങ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹമാണ് ഈ ഒരു മാർക്യൂസിനെ നമ്മളുടെ കൂടെ അയച്ചത്. അപ്പൊ മാർക്യൂസ് ഹെൽപ്പ് ചെയ്തത് വളരെയധികം നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പേഴ്സ്പെക്റ്റീവ് നിന്നിട്ടാട്ടോ നമ്മളെന്ന് ഞാൻ പറയണത്. നമ്മൾ ഇന്ത്യക്കാരാണ്, പക്ഷെ ഇവിടെ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ പൊക്കിയടിച്ച് പറയണല്ലോ, അതുകൊണ്ട് പറയുന്നു മാത്രം. അതിനുശേഷം എൻഡ് ഓഫ് ദ വാർ തീരുന്നത് ട്രീറ്റി ഓഫ് പാരീസ് വഴിയാണ്. 1783 ട്രീറ്റി ഓഫ് പാരീസിൽ ബ്രിട്ടീഷ്കാര് ഒഫീഷ്യലി അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്തു. അമേരിക്ക, നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പൊക്കോളൂ. ഇനി നമ്മൾ രാജാവോ രാജ്ഞിയോടെ ഒന്നും പറയാൻ വരില്ല, നിങ്ങൾ സ്വതന്ത്രമാണെന്ന് അങ്ങോട്ട് പറഞ്ഞു. നമ്മളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1947 അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെയാണ് ഇവരും കൊണ്ടുവന്നത്. 1787 അവരുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സിസ്റ്റത്തിലോട്ട് മാറുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ അവർ കുറെ സമയം എടുത്തിട്ടില്ല കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള സമയം നോക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ അവര് ഹോൾഡ് ചെയ്തു. ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് ഓൾറെഡി കോൺഫെഡറേഷൻ്റെതായിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ പോലെ പ്രോപ്പർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലോട്ട് കുറെ അധികം സമയമൊന്നും അവർ എടുത്തിട്ടില്ല. അവിടെ 51 റെപ്രസെന്റേറ്റീവ്സ് ആണ് സൈൻ ചെയ്തത്, അവിടുത്തെ കോളനീസിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ സെപ്റ്റംബർ 17, 1787 അത് സൈൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നു. അത് ഫോഴ്സിലോട്ട് വരുന്നത് ജൂൺ 21, 1788 അമേരിക്ക റിപ്പബ്ലിക് ആവുന്നത് 1789 എന്നുള്ള കാര്യവും ഓർക്ക. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആരാ? ജെയിംസ് മാഡിസൺ ആണ് എന്നുള്ള കാര്യവും കൂടെ ഓർക്ക. അപ്പോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിലോട്ട് വന്നിട്ട് മാത്രം കാര്യമില്ല, റിപ്പബ്ലിക് ആവണമെങ്കിൽ എലക്റ്റഡ് ഹെഡ് ഉണ്ടാവണം. അപ്പൊ ആ ഒരു ഹെഡിനെ എലക്ട് ചെയ്ത് അങ്ങനെ അമേരിക്ക ഒരു റിപ്പബ്ലിക്കായി മാറി എന്ന് 1789. അപ്പൊ 83 തന്നെ ഓൾമോസ്റ്റ് ശമനായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വരാനും ആ ഒരു റിപ്പബ്ലിക് ആവാനും സമയം എടുത്തു എന്ന് മാത്രം. യുദ്ധമൊക്കെ ആ ഒരു ട്രീറ്റി ഓഫ് പാരീസിൽ തന്നെ കഴിഞ്ഞു. ഓർക്ക, ഈ ഒരു ട്രീറ്റി ഓഫ് പാരീസ് നിങ്ങൾ വിചാരിക്കും ഫ്രഞ്ചുകാരില്ലല്ലോ ഇതില്, ഫ്രഞ്ചുകാരെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അല്ലാണ്ട് പ്രോപ്പർ ഇൻവോൾവ്മെന്റ് ഇല്ലല്ലോ, അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ട്രീറ്റി എന്തിനാ പാരീസിൽ പോയിട്ട് എഴുതണമെന്ന് നമ്മൾ വിചാരിക്കും. അതൊരു മ്യൂച്വൽ പ്ലേസ് ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചാൽ മതി. അതിനുശേഷം കീ ഫീച്ചേഴ്സ് ആയിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെതായിട്ട് നമ്മൾ കാണേണ്ടത് ഓൾഡസ്റ്റ് ആണ്, ഷോർട്ടസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ പറയും ബ്രിട്ടനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അല്ലേ എന്ന് പറയും. പക്ഷേ ബ്രിട്ടനിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അത് നിങ്ങൾ ഇന്ത്യൻ പോളിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതിൽ തന്നെ പറയുന്നുണ്ട് ബ്രിട്ടൻ്റെത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ഈ ഒരു അമേരിക്കയ്ക്കാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇന്ത്യക്കുണ്ട് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതില് 27 അമെന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് 10 വിളിക്കുന്നത് US ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള പേരിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഈ US ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ മുൻപ് നമ്മളുടെ ആ ഒരു ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോ ബിൽ ഓഫ് റൈറ്റ്സിനെ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ ബിൽ ഓഫ് റൈറ്റ്സ് അപ്പോ നമ്മള് അവിടെ നിന്നാണല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തത്. അത് ബ്രിട്ടന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ US-ത്തെ ഫണ്ടമെന്റൽ ആ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ US ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് US-ൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്കാർ കുറെ കാര്യങ്ങൾ നമ്മളുടെ അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ബോറോ ചെയ്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അവിടെ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ സുപ്രീം ആണ്. ഇവിടെ ജുഡീഷ്യൽ സുപ്രീമസി ഇല്ല കേട്ടോ. ബ്രിട്ടനിൽ നമ്മൾ പാർലമെന്ററി സോവറിറ്റി പറഞ്ഞിട്ടില്ലേ, അതും നമ്മുടെ അവിടെ ഇല്ല. ഈ പറഞ്ഞ നമ്മളുടെ അമേരിക്കയിലുള്ള ജുഡീഷ്യൽ സുപ്രീമസിയും ഇല്ല, പക്ഷെ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. നമ്മുടെ ജുഡീഷ്യറിയുടെ മേലെ ആർക്കെങ്കിലും അധികാരം ഉണ്ടോ? ചീഫ് ജസ്റ്റിസിനോട് നാളെ പോയിട്ട് തീരുമാനം മാറ്റാൻ നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റുമോ? മറ്റേതെങ്കിലും പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുമോ? പ്രസിഡന്റിന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയണത് ജുഡീഷ്യറി സ്വതന്ത്രമാണ്. നിങ്ങൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് അല്ലെ. ഗവൺമെന്റിന്റെ എന്തെങ്കിലും തീരുമാനങ്ങൾ തെറ്റായി കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് അത് റിവ്യൂ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ ഉണ്ട്, അമേരിക്കയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് പ്രോപ്പർ ആയിട്ടല്ല പോണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടെ ഉണ്ട്, അമേരിക്കയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. റിമൂവൽ ഓഫ് SC ആൻഡ് ഹൈക്കോടതി ജഡ്ജസ്, സുപ്രീം കോടതിയിലത്തെയും ഹൈക്കോടതിയിലത്തെയും ജഡ്ജസിന് ഈ ഒരു ഇംപീച്ച്മെന്റ് പോലുള്ള പ്രോസസ്സാണ് നമ്മൾ നടത്തുന്നത് അല്ലെ. അത് നമ്മൾ എടുത്തത് എവിടെന്നാ? നമ്മളുടെ ഈ പറഞ്ഞ അമേരിക്കയിൽ തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ ജുഡീഷ്യറിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ വൈസ് പ്രസിഡന്റിന് ആ ഒരു പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാലൊക്കെ ആ ഒരു അധികാര കസേരയോട് കയറാൻ പറ്റും. പക്ഷെ നമ്മുടെ അവിടെ പറ്റില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആയിട്ട് വരുന്നത് ജോർജ് വാഷിംഗ്ടൺ, ഞാൻ പറഞ്ഞില്ലേ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാൻ കാരണമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പറഞ്ഞ തോൽവിക്ക് ശേഷം സറട്ടഗയിൽ പോയിട്ട് ജയിക്കാനും മാത്രം ആളൊരു വിൽ പവർ കാണിച്ചില്ലേ, പിന്നെ ആള് പ്രസിഡന്റ് ആവാണ്ടിരിക്കുവോ? അപ്പോൾ അദ്ദേഹമാണ് ഫാദർ ഓഫ് ദ നേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജെയിംസ് മാഡിസൺ ആണ് ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെ വരുമ്പോൾ ഫാദർ ഓഫ് ദ നേഷൻ ഗാന്ധിജിയാണ്. ആരാണ് നമ്മുടെ ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒന്ന് ഓർത്ത് നോക്കിയേ. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് കമന്റ്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ നമ്മുടെ ഫ്രാൻസുകാര് ആ അയൽക്കാരെ നമ്മളെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നമ്മള് വലിയ രാജ്യമൊക്കെ മാറിയപ്പോ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഗിഫ്റ്റ് ഒന്നല്ല കേട്ടോ, ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ് കൊണ്ടുവന്ന് തന്നത്. 93 മീറ്റർ ഉള്ളതാണ്, ന്യൂയോർക്കിലാണ് ഇരിക്കണത്. അത് ആരാ തന്നത്? നമ്മുടെ ഫ്രഞ്ചുകാരാണ് നമുക്ക് തന്നത്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ചുകാർ തന്നു എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ചോദ്യം വരാറുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെയാണുള്ളത്, ആർക്ക് കൊടുത്തു എന്നുള്ളത് ചോദിക്കാറുണ്ട്. ആരാണ് ഡിസൈൻ ചെയ്തത്? ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി ആണ്. നമ്മളുടെ ഈഫൽ ടവർ നിർമ്മിച്ച ഈഫൽ തന്നെയാണ്, ഗുസ്താവേ ഈഫലാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ഡെഡിക്കേറ്റ് ചെയ്തത് ഒക്ടോബർ 28, 1886 അപ്പോൾ അയൽക്കാർ തന്ന് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ അമേരിക്ക നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്ലേവറി നിർത്തലാക്കി. അപ്പോഴും അമേരിക്ക സ്ലേവറി നിർത്തലാക്കിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവര് അവകാശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവകാശങ്ങൾ ആണുങ്ങൾക്ക് മാത്രം, അവകാശങ്ങള് ഈ പറഞ്ഞ സെറ്റിലേഴ്സിന് മാത്രം, സ്ലേവ്സിന് ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ആരെങ്കിലും പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സ്ലേവ്സ് ആണല്ലോ, അവർക്കൊന്നും ഇല്ല. സ്ലേവർ എവിടെ ഉണ്ടായിരുന്നു? അതിന്റെ പേരിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സിവിൽ വാർ നടന്നു. അതായത് നോർത്തും സൗത്തും തമ്മിലായിരുന്നു ആ ഒരു സിവിൽ വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആരുടെ ടൈമിലായിരുന്നു? എബ്രഹാം ലിങ്കന്റെ സമയത്തായിരുന്നു. ആക്ച്വലി ഇത് നമുക്ക് നമ്മളെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇല്ല, പക്ഷെ ചില സമയത്ത് ചോദ്യം വരാറുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ അമേരിക്കയിലത്തെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും സ്ലേവറിനെ എതിർക്കുന്ന ആൾക്കാരും തമ്മിൽ ഈ ഒരു സിവിൽ വാർ നടന്നു. ആ ഒരു ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് സ്ലേവറി മൊത്തത്തിൽ അങ്ങോട്ട് ഇല്ലാണ്ടായത്. 1863 സ്ലേവറി അബോളിഷ് ചെയ്തെങ്കിലും 1865 സ്ലേവറിക്ക് എതിരെ നിന്നതിന്റെ പേരിൽ, സ്ലേവ്സിന് വേണ്ടി നിന്നതിന്റെ പേരിൽ അബ്രഹാം ലിങ്കണ് ജീവൻ നഷ്ടപ്പെടും. നമ്മുടെ ഇവിടെ പോലെ നമ്മളുടെ ഗാന്ധിജിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കഴിഞ്ഞ് വിഭജനം നടന്ന സമയത്ത് മുസ്ലിംസിനും കൂടെ വേണ്ടി നിന്നതിന്റെ പേരിലാണല്ലോ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനെ ബറി ചെയ്തത് സ്പ്രിംഗ്ഫീൽഡിലാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ളൊരു ക്യോട്ട് ഉണ്ട്, അതായത് ദ ബാലറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ബുള്ളറ്റ്. അതായത് എലക്ഷൻ വഴിയുള്ള ആ ഒരു തീരുമാനമാണ് ബുള്ളറ്റിനേക്കാളും സ്ട്രോങ്. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യം ബുള്ളറ്റ് വഴിയായിരുന്നു എങ്കിലും ഒരു കാര്യം ഓർക്കാം, ബുള്ളറ്റ് വഴി അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാവാം, പക്ഷെ അദ്ദേഹത്തിന്റെ ആശയങ്ങള് കൂടുതലായിട്ട് വളർന്നു. നമ്മൾ പോലും അബ്രഹാം ലിങ്കണെ ഇപ്പൊ ഓർക്കുന്നത് അദ്ദേഹം ആ ബുള്ളറ്റ് കൊണ്ട് മരണപ്പെട്ടത് കൊണ്ടുകൂടിയാണ്. അപ്പോ ആശയത്തെ കൊല്ലാനാവില്ല എന്നുള്ളൊരു പാഠം കൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ ഒരു ആശയം കൊണ്ട് ജീവിക്കുകയാണ്, നമ്മൾ ആ ഒരു പ്രിൻസിപ്പിളിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കാണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ മാറ്റി നമ്മളോട് ആരെങ്കിലും വന്ന് പറയാ നിന്നെ ഞാൻ കൊല്ലോടാ ഈ പ്രിൻസിപ്പിൾ മാറ്റിയില്ലെങ്കിൽ, അപ്പൊ നമ്മള് ആ ഒരു തോക്കിന് മുന്നിൽ നിന്നിട്ട് നമ്മളുടെ പ്രിൻസിപ്പിളിനെ മറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മരിച്ചാലും നമ്മളെ പ്രിൻസിപ്പിൾ ജീവിക്കും. ഇഫ് യു ഗിവ് വാല്യൂ ടു ദാറ്റ് പ്രിൻസിപ്പിൾ ടു ദ അറ്റ്മോസ്റ്റ്.
അപ്പോൾ അക്കാര്യം കൂടെ നമുക്ക് ഇവിടെ ജീവിതപാഠമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഈ ഒരു അമേരിക്കൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ ഫാക്ട്സ് അല്ല പഠിക്കുന്നത്, വി ആർ സ്റ്റഡിങ് ലൈഫ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അന്ന് നടന്ന ഒരു ലൈഫിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. അമേരിക്കയിൽ ഇതൊരു ജീവിതമായിരുന്നു അല്ലേ. അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ പോയിട്ടുള്ളവർക്ക് പോരാട്ട വീര്യത്തിന്റെ ഒരു കഥയാണിത് അല്ലേ. നമുക്കിത് വെറുതെ ഒരു ചരിത്രമാണ്, കുറെ ഫാക്ട്സ് ആണ്. അവർക്കത് വെറും ഫാക്ട്സ് അല്ലായിരുന്നു, അവർക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെതായിട്ടുള്ള ഓർമ്മകളാണിത് അല്ലേ. സ്ലേവറിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നതിന്റെ ഓർമ്മയാണ് ഈ ഒരു അമേരിക്കൻ സിവിൽ വാർ എന്നുള്ളത്. ലിങ്കൺ ആ ഒരു ബുള്ളറ്റിൻ മുന്നില് ജീവൻ കീഴടക്കി കൊടുത്തെങ്കിലും അൾട്ടിമേറ്റ്ലി ആളുടെ പ്രിൻസിപ്പിൾ വിജയിച്ചു. ആള് ലോകത്തിന് മുന്നില് ഒരു വലിയ കഥാപാത്രമായിട്ട് മാറി. അത് വെറുതെ അദ്ദേഹം അതിനുവേണ്ടി ആഗ്രഹിച്ചതുകൊണ്ടോ ഫേമസ് ആവണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിശ്ചയിച്ചതുകൊണ്ടോ അല്ല, ആളുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ട്. സോ നിങ്ങൾ ഫേമസ് ആവാനായിട്ട് ഡെയിലി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബി ഇൻ യുവർ പ്രിൻസിപ്പിൾസ് ആൻഡ് വർക്ക് ഫോർ യുവർ ഗോൾസ്. ഫെയിമൊക്കെ വന്നെങ്കിൽ മതി, അതിനെ ചേസ് ചെയ്യരുത്. പണത്തിനെ ചേസ് ചെയ്യരുത്, ഫെയിമിനെ ചേസ് ചെയ്യരുത്, ബുള്ളറ്റിന് മുന്നിൽ കീഴടങ്ങരുത്. നിങ്ങളുടെ ആശയങ്ങൾ ഒരിക്കലും ആർക്കു മുന്നിലും അടിയറവ് വെക്കരുത് എന്നൊക്കെ അമേരിക്കൻ റവല്യൂഷനും ലിങ്കണെ പോലുള്ള വ്യക്തികളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റൈറ്റ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അണ്ടർഡോക്സ് ആയാലും വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ തോൽക്കുമെന്ന് വിചാരിക്കുന്നിടത്തൊന്നും നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിന് മുന്നിൽ നമ്മൾ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ വിജയിച്ചിരിക്കും എന്നുള്ളത് നമ്മളെ അമേരിക്കൻ റവല്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മളുടെ ക്ലാസ് കഴിവാണ്. അമേരിക്കൻ റവല്യൂഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അബി ആൻഡ് ടോട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫ്രഞ്ച് റവല്യൂഷനാണ് നോക്കാനുള്ളത്. നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കണം, ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ പറയാ. ഫ്രഞ്ച് റവല്യൂഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ വളരെയധികം സന്തോഷം എനിക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളെ കൺസെപ്ച്വലി മനസ്സിലാക്കി അതുവഴി നിങ്ങളെ നല്ല റാങ്കുകളിലേക്ക് എത്തിക്കാനും നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കാനും റാങ്കിനേക്കാൾ ഉപരി ജീവിതത്തിലേക്ക് എത്തിക്കാനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കമന്റ്സിൽ പറയാ, ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല പോലെ നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആക്കി മാറ്റുക. അപ്പൊ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ഒരു അനിയൻ വിദേശത്തേക്ക് പോകുന്നു, എല്ലാം ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കുന്നു. അതിൻ്റെ ഇടയിൽ മൂത്ത ചേട്ടൻ സ്റ്റാമ്പ് ആക്ടും ഷുഗർ ആക്ടും ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു അനിയനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അനിയൻ എതിർക്കുന്നു. അനിയൻ എതിർത്ത് പ്രോപ്പറായിട്ട് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒക്കെ വിളിക്കുന്നു. ആ കോണ്ടിനെന്റൽ കോൺഗ്രസിലൊക്കെ ആയിട്ട് അവർ പ്രോപ്പറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ച് അവർ ആ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് അത് സമ്മതിച്ച് കൊടുക്കേണ്ടി വരുന്നു. അതിനുശേഷം സ്ലേവറി കൂടെ ഇല്ലാതാകുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇവന്റ് ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടി എന്നുള്ളതാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയിലാണ് ആ ഒരു ട്രിഗർ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. തോമസ് പെയിനെ ഓർക്കുക, മാഡിസനെ ഓർക്കുക, ഫ്രാങ്ക്ലിനെ ഓർക്കുക, ജെഫേഴ്സനെ ഓർക്കുക. ഇവർക്കൊക്കെ കാരണമായ, ഇവരെയൊക്കെ സൃഷ്ടിച്ചെടുത്ത ഹാർവേഡ്, യേൽ പോലുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഓർക്കുക. വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓർക്കുക. നല്ല പോലെ പഠിക്കുക. നിങ്ങളുടെ ജീവിതം അടിപൊളിയാക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.